പ്രണയം. രചന പൗർണമി. അന്ന് ത്രേയ പറഞ്ഞതെല്ലാം ശരിക്കും വിശ്വസിച്ച് തന്നെയാണ് വീട്ടിലേക്ക് വന്നത്. ആത്മികയുടെ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത്. ധ്രുവി ഫോൺ കയ്യിലെടുത്ത് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. മെസ്സേജ് സേവ്ഡ് അല്ലാത്ത ഒരു നമ്പറിൽ നിന്നുമാണ്. പ്രൊഫൈലും എബൌട്ടും ഒന്നുമില്ല. എന്തോ ഒരു വീഡിയോയാണ് അയച്ചിരിക്കുന്നത്. ആ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോഴാണ് സത്യത്തിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ പ്രതിയെ പിടികിട്ടുന്നത്. ആ നമ്പറിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ശ്രദ്ധിക്കും മുന്നേ തന്നെ ആ കോണ്ടാക്ട് ധ്രുവിയെ ബ്ലോക്ക് ചെയ്തു. ഒരുപക്ഷെ ആ വീഡിയോ അയച്ചയാള് വലിയ ഒരു കാര്യം തന്നെയല്ലേ ചെയ്തത്? അല്ലാത്ത പക്ഷം ആത്മിക സത്യം എത്ര പറഞ്ഞാലും ഞാൻ അവളെ വിശ്വസിക്കില്ലായിരുന്നു. ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആത്മികയുടെ നിരപരാധിത്വം എനിക്ക് മനസ്സിലായത് പോലും. വാസ്തവം അറിയാതെ നിരപരാധിയായ ആ പെൺകുട്ടിയെ എത്ര പേർക്ക് മുൻപിൽ വെച്ച് ഞാൻ അപമാനിച്ചേനെ. ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ത്രേയും കൂട്ടുകാരുമാണെന്ന് അറിഞ്ഞപ്പോൾ അതിലും വലിയ ഷോക്കായിരുന്നു ഉണ്ടായത്. ഒരാളെയും അമിതമായി വിശ്വസിക്കരുതെന്ന് വിധി തന്നെ ഒന്നുകൂടി പഠിപ്പിച്ചിരിക്കുന്നു. ആത്മികയാണ് അത് ചെയ്തതെന്ന് തന്നോട് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് കോളേജ് അതോറിറ്റിയുടെ മുമ്പിൽ തന്നെ ത്രേയുടെയും കൂട്ടുകാരുടെയും കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിയത്. അപമാനിക്കപ്പെടുന്ന ദുഃഖം അത് ത്രേയും കൂട്ടുകാരും അറിയണമെന്ന് ധ്രുവിക്ക് തോന്നി. ഒരിക്കൽ ഞാനും അറിഞ്ഞതാണല്ലോ പൊതുവേദിയിൽ അപമാനിക്കപ്പെടുന്നതിന്റെ വേദന. ഭൂതകാലത്തിലേക്ക് ഊളിയിടാൻ തുടങ്ങുന്ന മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ എന്ന പോലെ ധ്രുവിയൊന്ന് ദീർഘമായി നിശ്വസിച്ചു. വാതിലിൽ നിന്നും കേട്ട ശക്തമായ തട്ടിൽ അവൻ ഞെട്ടിപ്പോയി. പിന്നെ ധൃതി പിടിച്ച് കതവ് തുറന്നു. എന്താ ധ്രുവി, നിന്നെ ഇത്ര നേരെ ഞാൻ വിളിക്കുന്നു? ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയോന്നാണ് ധ്രുവിയപ്പോൾ ചിന്തിച്ചത്. മനസ്സ് ഓർമ്മകളിൽ അലയാൻ തുടങ്ങിയിട്ട് നേരം എത്രയായിരിക്കുന്നു? അവനൊന്നും മിണ്ടാത്തതുകൊണ്ടാകാം ഗായത്രി ആദിയോടെ നെറ്റിയിലൊക്കെ തൊട്ടു നോക്കുന്നുണ്ട്. ഏയ്, ചൂടൊന്നുമില്ല. തൊട്ടു നോക്കി സ്വയം സമാധാനിക്കുന്നത് എന്ന് അമ്മയെ കാണുകെ അവൻ അവരോട് പാവം തോന്നിപ്പോയി. പിന്നെയും എന്തൊക്കെയോ ആലോചിച്ചു നിൽക്കുന്നവനെ നെറ്റി ചുളുക്കിയൊന്ന് നോക്കിക്കൊണ്ട് ഗായത്രി നിന്നു. വരൂ അമ്മേ. അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ധ്രുവി പറഞ്ഞു. അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ അവൻ വേഗം ബാത്റൂമിലേക്ക് പോയി. കൂടുതൽ നേരം അവിടെ നിന്നാൽ അമ്മ തന്റെ മനസ്സ് വായിച്ചറിയുന്ന അവനറിയാം. മക്കളുടെ മനസ്സ് നോവുമ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി അമ്മമാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു പ്രത്യേകതരം മാജിക് ഉണ്ടല്ലോ. അവൻ വേഗത്തിൽ മുഖം കഴുകി താഴേക്ക് ചെന്നു. അവിടെ ഡൈനിങ് ടേബിളിൽ അവനെയും കാത്ത് അച്ചുവും ഗായത്രി ഇരിപ്പുണ്ട്. ആരോടും ഒന്നും മിണ്ടാതെ, അച്ചുവിനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ പ്ലേറ്റ് എടുത്ത് കാസറോളിൽ നിന്ന് ചപ്പാത്തിയും ആവശ്യത്തിന് കറിയും എടുത്ത് അവൻ കഴിച്ചു തുടങ്ങി. അവന്റെ പ്രവൃത്തി അച്ചുവിനെ തെല്ല് വിഷമിപ്പിച്ചു. ഗായത്രിയുടെ മനസ്സിൽ മുഴുവൻ ആദു പറഞ്ഞ കാര്യങ്ങളാണ്. ധ്രുവി മുകളിൽ അവന്റെ റൂമിലായിരുന്ന സമയം ആദു പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അച്ചുവിനോട് പങ്കുവച്ചിരുന്ന ഗായത്രി. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അച്ചുവിലും ഒരു അമ്പരപ്പായിരുന്നു. അപ്പച്ചി എന്താ അവനോടൊന്നും പറയാതിരുന്നത്? സത്യം അറിഞ്ഞാൽ അവൻ ആ കൊച്ചിനോട് കുറച്ചെങ്കിലും മനസാക്ഷി കാണിച്ചേനെ. അശ്വിൻ തന്റെ മനസ്സിലുള്ളത് അവരോട് ചോദിച്ചു. അവനെന്തിനാ കുട്ടിയോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? അതെനിക്കറിയില്ല അച്ചു. കുറച്ച് സിന്ദൂരം അവന്റെ ഷട്ടി വീണെന്ന് കരുതി അവളെ വെറുക്കാൻ മാത്രം എന്താ അതിലുള്ളത്? തീർത്തും അവിചാരിതമായി സംഭവിച്ച കാര്യം. അതിനവൻ ഈ ഷോയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ആദ്യമോളുടെ മനസ്സിന്റെ നന്മ അത് ഞാൻ പറഞ്ഞവൻ അറിയണ്ട. അവന് തന്നെ ബോധ്യപ്പെടട്ടെ. ഗായത്രി ഗൗരവത്തോടെ പറഞ്ഞു. അശ്വിൻ അവരെ അത്ഭുതത്തോടെ നോക്കി. അതെ, ചേട്ടന്റെ ഉദ്ദേശം എന്താ? ഏതോ ഒരു പുസ്തകത്തിലേക്ക് ഊളിയിട്ടിരുന്ന സന്ദീപിന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം തട്ടിപ്പറിച്ചിട്ട് അർജുൻ കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു. എന്തുദ്ദേശം? ഈ പുസ്തകം പറ്റുമെങ്കിൽ ഉടനെ തന്നെ വായിച്ചു തീർക്കണം. അത് തന്നെ. ദേ, നിനക്ക് വേണോ? അല്ല, പാഠപുസ്തകം പോലും തുറക്കാത്ത നിനക്കെന്തിനാ മോനെ ഈ പുസ്തകം? അവന്റെ താടിയിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് പുസ്തകം തിരികെ വാങ്ങി സന്ദീപ് അർജുനെ നോക്കി കുസൃതിയോടെ ചോദിച്ചു. ഓ പിന്നെ, ഒന്നും അറിയാത്ത ഒരു കുഞ്ഞുവാവയല്ലേ ചേട്ടൻ? ആ വീഡിയോ ചേട്ടൻ ധ്രുവി സാറിനെ ഡയറക്റ്റ് അങ്ങ് കാണിച്ചു കൊടുത്താൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ചേട്ടന്റെ ഫോണിൽ നിന്ന് സെൻഡ് ചെയ്യായിരുന്നല്ലോ. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാതിരുന്ന സിമ്മ് റീചാർജ് ചെയ്ത് അതിൽ വാട്സപ്പ് എടുത്ത് ആ നമ്പറിൽ നിന്ന് വീഡിയോ അയച്ച് ഇപ്പതാ ആ സിം ഓഫ് ആക്കിയിട്ടിരിക്കുന്നു.
ഇങ്ങനെ വളഞ്ഞു ചുറ്റി മൂക്കി പിടിക്കേണ്ട ആവശ്യം എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാര്യങ്ങളുടെ കിടപ്പ് കണ്ടിട്ട് മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഈ ട്രെയിനിങ്ങിനെ വളഞ്ഞു പുളഞ്ഞ് ആത്മീയയുടെ അടുത്തേക്കാണോ പോക്കുന്നൊരു സംശയം. അർജുൻ സന്ദീപിന്റെ മുഖത്തെ ഭാവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അവനെ ആക്കി പറഞ്ഞു. അതെ, ഈ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കിയാൽ അങ്ങനെ, അല്ലാതൊന്നുമില്ല. പിന്നെ നിന്നെ ബോധിപ്പിക്കാൻ എനിക്കിപ്പോ സമയമില്ല. നീ പോ മോനെ ദിനേശ. പോയി സപ്ലി വാങ്ങി കൂട്ടാൻ നിൽക്കാണ്ട് രണ്ടക്ഷരം പഠിക്ക്. സന്ദീപ് അർജുനെ ഒന്ന് ചൊടിപ്പിക്കാൻ മോഹൻലാൽ സ്റ്റൈലിൽ പറഞ്ഞു. ദേ, ചേട്ടനായി പോയി. അല്ലെങ്കിൽ കാണാമായിരുന്നു. അല്ലെങ്കിലും ചേട്ടന്മാർ പഠിക്കുന്ന കോളേജിൽ അനിയന്മാർ പഠിക്കരുത്. ഇങ്ങനെ തീരെ വിലയുണ്ടാകാതെ വരും. സപ്ലിയുടെ കാര്യം പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അർജുൻ ചാടിത്തുള്ളി അവന്റെ മുറിയിലേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി ഒരു ചിരിയോടെ സന്ദീപും. വൈകുന്നേരം ദീപാരാധന തൊഴാൻ ഇറങ്ങുമ്പോഴാണ് ഗേറ്റ് തുറന്നു വരുന്ന ഗായത്രിയെ ആദോ കണ്ടത്. അവരുടെ വേഷത്തിൽ നിന്നും അമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ആന്റി അമ്പലത്തിലേക്കാണെങ്കിൽ കയറിക്കോ, അവരോട് ചേർത്ത് നിർത്തി പറയുമ്പോൾ അവളെ കണ്ടറിയാതെ പുഞ്ചിരി തൂകിപ്പോയി ഗായത്രി. ഗായത്രി സൂക്ഷ്മതയോടെ ആദുവിന്റെ സ്കൂട്ടിക്ക് പിന്നിലേക്ക് കയറി. ആദു പതുക്കെ വണ്ടി മുന്നോട്ടെടുത്തു. ഗായത്രിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കുന്ന ആദുവിനെ കാണുമ്പോൾ അവൾ എന്നും തന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഗായത്രി ആഗ്രഹിച്ചു പോയി. ആദു പോയതിനു പിന്നാലെ ധ്രുവിയും വീട്ടിലേക്ക് വന്നു. ഗേറ്റ് തുറക്കാൻ പോയി ധ്രുവി റോഡിന്റെ മറുവശത്തു നിന്ന് നടന്നു വരുന്ന വ്യക്തിയെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അവനൊരു പരിചയഭാവത്തിൽ അയാളെ നോക്കി. തൊട്ടടുത്ത വീടായിട്ടും തന്നെ കാണാനേ ഇല്ലല്ലോ. ഗായത്രിയെ പിന്നെ ഇടയ്ക്കൊക്കെ കാണും. വിശ്വൻ പരിചയഭാവത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയത് ധ്രുവിയായിരുന്നു. ജോലി കഴിഞ്ഞ് ക്ലബിൽ ടെന്നീസ് പ്രാക്ടീസും കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. ഒരുപാട് ലേറ്റ് ആകും വീട്ടിൽ വരാൻ തന്നെ. അതാകും നമ്മൾ കാണാതെ പോയത്. ധ്രുവി ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും വിശ്വന്റെ ഫോൺ റിങ് ചെയ്തു. അയാളത് കട്ട് ചെയ്തു ധ്രുവിയെ നോക്കി. ഗായത്രി പറഞ്ഞിരുന്നു തന്റെ തിരക്കൊക്കെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരായി. സമയം കഴിഞ്ഞിട്ടും എന്നെ കാണാത്തതുകൊണ്ട് സീത വിളിക്കുക. ഞാൻ എനിക്ക് വീട്ടിലേക്ക് പോകട്ടെ. മീൻ വാങ്ങിയിട്ട് വരുന്ന വഴിയാ. നടക്കുമ്പോൾ ഒരു വ്യായാമം ആകുമല്ലോ. അങ്ങനെ നടന്നു പോയതാ. വഴി പരിചയക്കാരെ കണ്ടപ്പോൾ കുറച്ചുനേരം സംസാരിച്ചു നിന്നു. വിശ്വൻ കയ്യിലെ കവർ ഉയർത്തി പറയുമ്പോൾ ധ്രുവി സമ്മതാർത്ഥത്തിൽ തലയാട്ടിയിരുന്നു. ഓക്കെ അങ്കിൾ. അടുത്ത് തന്നെയാണല്ലേ, കാണാം. എങ്കിൽ സൺഡേ വീട്ടിലേക്ക് വാ. എന്റെ മോളെയും ഭാര്യയൊന്നും കണ്ടിട്ടില്ലല്ലോ, എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം. ധ്രുവിയോട് യാത്ര പറഞ്ഞ് വിശ്വ നടന്നു. അദ്ദേഹം പോയതും ധ്രുവിയുടെ മുഖം ഒന്ന് മങ്ങി. എല്ലാ കാര്യങ്ങളും പറയുന്ന അമ്മ ഇതെന്താകും തന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന ചിന്തയായിരുന്നു ധ്രുവിയുടെ മനസ്സിലപ്പോ. ധ്രുവി സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്നു തന്റെ മുറിയിലേക്ക് പോയി ഫ്രഷ് ആയി ഇറങ്ങി. അമ്പലത്തിൽ പോയതാണ്. അച്ചു വീട്ടിൽ വരാൻ സമയമാകുന്നേ ഉള്ളൂ. ധ്രുവി അവന്റെ മുറിയിലെ ജനാലപ്പാളി തുറന്നിട്ട് കുറച്ചധികം നേരം റോഡിലേക്ക് നോക്കി നിന്നു. ഗേറ്റിന്റെ മുന്നിലായി സ്കൂട്ടിയിൽ വന്നിറങ്ങുന്ന ഗായത്രിയെ ധ്രുവി അത്ഭുതത്തോടെ നോക്കി. ആ സ്കൂട്ടി ഓടിക്കുന്ന പെൺകുട്ടിയിലേക്കും അവന്റെ കണ്ണുകൾ സഞ്ചരിച്ചു. ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് മുഖം കാണാൻ കഴിയില്ല. വണ്ടിയുടെ നമ്പരും കാണാൻ വയ്യ. പക്ഷെ ആ പെൺകുട്ടി പരിചിതമായ ആരോ ഒരാളെ പോലെ ധ്രുവിക്ക് തോന്നി. ഗായത്രിയെ ഇറക്കിയിട്ടും രണ്ടാളും കാര്യമായി സംസാരിക്കുവാണ്. എന്തൊക്കെയോ പറഞ്ഞ ശേഷം അവൾ പോയി. ഗായത്രി ഗേറ്റ് തുറന്ന് വീട്ടിലേക്കും വന്നു. ധ്രുവി വേഗം താഴേക്ക് ഇറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ ഗായത്രിയും ഹോളിലേക്ക് വന്നു. ആ, നീ ഇന്ന് നേരത്തെയാണല്ലേ? ക്ലബിൽ പോയില്ലേ? ഗായത്രി ധ്രുവിയോട് ചോദിച്ചു. ഇല്ല, ഇന്ന് അഭിയില്ലായിരുന്നു, അതുകൊണ്ട് പോകാൻ തോന്നിയില്ല. ധ്രുവി കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. ഈ ഗൗരവം കുറച്ചു നാളായി അവന്റെ കൂടപ്പിറപ്പായതുകൊണ്ട് ഗായത്രിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ ഈ സാരി മാറിയിട്ട് ചായ എടുക്കാം പറഞ്ഞുകൊണ്ട് സാരി മാറ്റാൻ മുറിയിലേക്ക് പോകുന്ന ഗായത്രിയെ നോക്കി. ധ്രുവി അവിടെ തന്നെ നിന്നു. ഗായത്രി സാരി മാറ്റി ഒരു നൈറ്റി ഇട്ടുകൊണ്ട് അടുക്കളയിലേക്ക് കയറാൻ തുടങ്ങി. അമ്മയൊന്ന് നിന്നേ, ധ്രുവി ചോദിക്കുമ്പോൾ ഗായത്രി ഒരു നിമിഷം ഭയന്നു പോയി. ആദുവിനെ അവൻ കണ്ടിട്ടുണ്ടാകുമോ എന്നായിരുന്നു അവരുടെ ഭയം. നമ്മുടെ അയൽവാസികൾ ആരാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലേ? എന്നിട്ടും അമ്മ എന്താ എന്നോട് പറയാതിരുന്നത്? ഞാനിന്ന് അങ്കിളിനെ കണ്ടപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി. ധ്രുവി പറയുമ്പോഴാണ് ഗായത്രിക്ക് ആശ്വാസമായത്. അവൻ ആദുവിനെ കണ്ടിട്ടില്ലെന്നവർക്ക് പിടികിട്ടി. ഓ, ഞാനതങ്ങ് പറയാൻ വിട്ടുപോയതാ. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഇന്നെന്നെ അവിടുത്തെ കൊച്ച അമ്പലത്തിൽ കൊണ്ടുപോയെ. അമ്മൂട്ടി നല്ല മോളാ. ഞാൻ ചായ എടുക്കാം, അച്ചു വരാറായി. ഗായത്രി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അമ്മൂട്ടി
ധ്രുവി ആ പേര് ചുമ്മാതെ പറഞ്ഞു നോക്കി. കുറ്റബോധമായിരുന്നു ധ്രുവിയെ പിന്നീട് ഭരിച്ചത്. പ്രത്യേകിച്ച് ത്രേയെയും ആത്മീയയും കാണുമ്പോൾ അത് കൂടി വന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവളെ അവഗണിക്കുന്നത് പോലെയായിരുന്നു അവന്റെ പ്രവൃത്തി. ഇനിയും താൻ കാരണം അവൾ വേദനിക്കാതിരിക്കാൻ അവഗണനയാണ് നല്ലതെന്ന് ധ്രുവിക്ക് തോന്നി. ഉർവശി ശാപം ഉപകാരം എന്നതുപോലെയായി ആദൂന്. ധ്രുവിയെ നോക്കാൻ പോലും ആദൂന് ഭയം. ധ്രുവി അവളെ നോക്കിയാൽ പണി ഫ്ലൈറ്റ് പിടിച്ചു വരുന്ന പോലെയുള്ള അനുഭവമാണ് അവൾക്ക് വന്നത് മുഴുവനും. അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ അടുപ്പത്തിനോ വഴക്കിനോ വരാത്തത് അവൾക്ക് വലിയ അനുഗ്രഹവുമായി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് മുത്തശ്ശിമാവിന്റെ ചുവട്ടിലിരിക്കുവാണ് ആദവും അക്കുവും ഗാദവും. അങ്ങനെ കാര്യമായ ചർച്ചകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് സന്ദീപും ധ്രുവിയും ക്യാൻറ്റീനിൽ നിന്ന് വരുന്നത്. ഗാദയോടും അക്ഷയോടും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിക്കുവാണ് ആദു. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ തങ്ങി നിന്നുപോയി. വല്ലാത്തൊരു സൗന്ദര്യം. ആദ്യമായിട്ടാണ് അവളിങ്ങനെ ചിരിച്ചു കാണുന്നത്. പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുമെങ്കിലും തന്റെ ക്ലാസ്സിൽ ശ്വാസം മുട്ടിയാണ് അവൾ ഇരിക്കുന്നത്. അതിനും കാരണക്കാരൻ ഞാനാണല്ലോ, അവൻ സ്വയം ചിന്തിച്ചു. അല്പം ജാള്യതയോടെ അവൻ അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ച് മറ്റെവിടേക്കോ നോട്ടം വായിച്ചു. ധ്രുവി, നീ പൊയ്ക്കോ, ഞാൻ അവരുടെ അടുത്തേക്കൊന്ന് പോകട്ടെ. ആത്മികയെ ചൂണ്ടി സന്ദീപ് പറയുമ്പോൾ ധ്രുവി അവനെ സംശയഭാവത്തെ നോക്കി. ധ്രുവി ഓക്കെ എന്ന അർത്ഥത്തിൽ തലയാട്ടിയതും സന്ദീപ് അവർക്കരികിലേക്ക് നടന്നു. ധ്രുവിക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ തോന്നിയില്ല. അവൻ അവർക്ക് പെട്ടെന്ന് ശ്രദ്ധയെത്താത്ത ഒരിടത്തായി അവരെ നോക്കി നിന്നു. സന്ദീപിനെ കണ്ടതും പിള്ളേർ എഴുന്നേക്കാൻ തുടങ്ങി. പക്ഷെ അവൻ അവരുടെ നേർക്ക് കൈയുയർത്തി കാട്ടി. ആദുവിന്റെ അടുത്തേക്ക് തന്നെ എത്തിയിരുന്നു. മൂന്നാളോടും ഫ്രീ ആയി അവരിൽ ഒരാളെന്ന പോലെ ഇടപഴകുന്ന സന്ദീപിനെ ധ്രുവി കൗതുകത്തോടെ നോക്കി. അവന്റെ മനസ്സ് കുറച്ച് നിമിഷങ്ങൾ മുന്നേയുള്ള ഓർമ്മകളിലേക്ക് പോയി. സന്ദീപ് വാഷ്റൂമിൽ പോയ സമയത്താണ് നിരൺ വിളിക്കുന്നത്. നാട്ടിലെ സുഹൃത്താണ് നിരൺ. അവനിപ്പോൾ സൈബർ സെക്യൂരിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ വീഡിയോ അയച്ചത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആ നമ്പർ ഡീറ്റെയിൽസ് എടുക്കാൻ ധ്രുവിയെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് നിരുണിനെ ഏർപ്പാടാക്കിയത്. അവൻ നമ്പർ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വിളിച്ചു. അവന്റെ ചാറ്റ് ധ്രുവി വേഗം ഓപ്പൺ ചെയ്തു. അത് സന്ദീപിന്റെ അമ്മയുടെ പേരിലെടുത്ത സിമ്മ്. ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അവൻ എന്തുകൊണ്ടാണത് നേരിട്ട് തന്നോട് പറയാഞ്ഞത്? ത്രേയ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവനും തന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. അവനപ്പോ വീഡിയോ കാണിച്ചാലും മതിയായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് സന്ദീപ് അങ്ങനെയൊക്കെ ചെയ്തത്? ഇടയ്ക്ക് എപ്പോഴും ആദുവിന്റെ അടുത്തിരിക്കുന്ന അവളോട് സ്നേഹത്തോടെ ഇടപഴകുന്ന സന്ദീപ് ധ്രുവിയുടെ മനസ്സിൽ കാരണമറിയാതെ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചു. അവൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേഗത്തിൽ നടന്നു. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, ഓണപ്പാട്ട് മത്സരത്തിനും തിരുവാതിരയ്ക്കുമൊക്കെ 3 കയറിക്കോണം. അവരിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് സന്ദീപ് അല്പം ഗൗരവത്തിൽ പറഞ്ഞു. സർ, 3 ഒന്ന് നീട്ടി വിളിച്ചു. നോ എക്സ്ക്യൂസ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് സന്ദീപ് നടന്നു പോകുന്നത് നോക്കി അക്കു പല്ല് കടിച്ചു. ആ ധ്രുവി സാറിന്റെ കൂടെ കൂട്ടിയിട്ട് ഈ കാട്ടുമാക്കാന്റെ സ്വഭാവമില്ല ഇങ്ങേർക്കും കിട്ടുന്നുണ്ട്. തനി കാട്ടുപോത്ത്. അക്കു അല്പ അരിശത്തോടെ ഉറക്കെയാണ് പറഞ്ഞത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് 3ആൾക്കും മനസ്സിലായത്. ഗാദയും ആദവും അവളെ പണി പാളിയെന്ന രീതിയിൽ നോക്കിയപ്പോ അക്കു അവനെ നോക്കി ചമ്മിയെ ചിരിച്ചിരിച്ചു. അക്ഷയ വല്ലതും പറഞ്ഞായിരുന്നോ? അവളുടെ അടുത്തേക്ക് മുഖം നീട്ടി സന്ദീപ് ചോദിച്ചപ്പോ അവളില്ല എന്ന അർത്ഥത്തിൽ തോള് പൊക്കി. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പൊ ഗ്രൂപ്പ് സോങ്ങിന്റെ കാര്യമല്ലേ. ഇനിയിപ്പോ അക്ഷയുടെ ഒരു സിംഗിൾ സോങ്ങും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സന്ദീപ് പറയുമ്പോൾ അക്കുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. എന്തേ, ഇനി സിംഗിൾ ഡാൻസ് വല്ലതും ഉണ്ടോ? സന്ദീപ് കുസൃതിയോടെ ചോദിച്ചപ്പോ അക്കു ആദുവിന്റെയും ഗാദയുടെയും കൈപിടിച്ചോടി. ഇയാൾ എന്റെ കാലനാകൂന്നാ തോന്നി. അക്കു കിതച്ചുകൊണ്ട് പറയുമ്പോൾ ചിരി ഒളിപ്പിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുമായിരുന്നു സന്ദീപ്. സന്ദീപിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ. ധ്രുവി ഇനി പെണ്ണിനെ ഞായറാഴ്ച നേരിട്ട് കാണുമ്പോൾ എന്താവോ ആകും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.